അസ്സലാമു ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം നിജിലാൻ്റെ ഉമ്മ തെറി വിളിക്കുന്ന പറഞ്ഞുകൊണ്ടൊരു വീഡിയോ. ആ വീഡിയോ ഞാൻ ഇട്ട് ഒരു അരമണിക്കൂറായപ്പോഴത്തേന് എനിക്ക് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. വരാൻ തുടങ്ങിയാൽ എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചിയെ നിങ്ങൾ അതിനെപ്പറ്റി പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യുകയാണ്. കാരണം എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ അവരെന്നോട് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കുകയാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? ഞാൻ ആ വീഡിയോ എന്താ ചെയ്യുക, ക്ഷമിക്കുക എല്ലാവരും, ഞാൻ ചെയ്തു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ അതിനൊരു മറുപടി നിങ്ങളോട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോഴത്തേനും ഒരു കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അവർ വിളിക്കുന്നേ കേൾക്കണുള്ളൂ, അവൾ വിളിക്കുന്നേ കേൾക്കുന്നില്ലേ, അങ്ങനെ കേൾക്കുന്നില്ലേ. അപ്പോൾ രണ്ടും ഞാൻ കേൾക്കുന്നുണ്ട്. അവൾ വിളിക്കുന്നതിന് ഞാൻ ആദ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഉമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ആ ഉമ്മാൻ്റെ കുരുത്തക്കേട് ഞാൻ വാങ്ങി വെക്കണില്ല. ഉമ്മമാരെല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. എനിക്കും എൻ്റെ ഉമ്മ ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. സോറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കാം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതെൻ്റെ മക്കളാണ്. എൻ്റെ മക്കളാണ് അതിൽ മെസ്സേജിൽ വന്നുകൊണ്ട് എൻ്റെ മക്കളാണ് പറയുന്നത്, ഉമ്മച്ചി ഇത് വേണ്ടാന്ന് 2-3 പ്രാവശ്യം കുറച്ച് മക്കൾ എന്നോട് വന്ന് പറയുന്നുണ്ട് അതിൽ. കാരണം അത് വേണ്ട ഉമ്മച്ചി, അത് നമുക്ക് പറയാൻ പറ്റുന്നതല്ല, നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ദിവസമായിട്ട്. അതിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനത്തെ ദിവസമായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് എന്തിനാ. അതൊക്കെ ശരിയാണ്, ഞാനത് ഓർത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓർക്കാതെ അങ്ങനെ ഇട്ടുപോയി ഞാൻ. അപ്പോൾ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഇത് ഇട്ടിരുന്നതിൽ. പക്ഷേ ഇനിയിപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനത് ചെയ്യേണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ മക്കളെല്ലാവരും കൂടി വന്നിട്ട് അതിൽ വേണ്ട വെച്ച് എന്ന് പറയുമെന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ ഇട്ടപ്പോഴത്തേനും എൻ്റെ വീഡിയോ എൻ്റെ മക്കൾ കാണുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെല്ലാവരും പറഞ്ഞിരിക്കണം. എൻ്റെ നൂങ്ങമോളാണെങ്കിലും എൻ്റെ സിനാപ്പിയാണെങ്കിലും മറ്റുള്ളവർ ആ കുട്ടികളതിൽ പറഞ്ഞവരാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. 10-60 ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് അവരൊക്കെ അതിലേക്ക് പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ചിലവർ പിന്നെ പലരും പലതും പറയും, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നി, എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ടാത്തതാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് ഒരു മറുപടിയും കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ആ വീഡിയോ ഞാൻ വെക്കില്ല. അതിൽ എൻ്റെ ചാനലിൽ ആ വീഡിയോ ഉണ്ടാവില്ല. ആ വീഡിയോ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതെൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുപോയത്. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയൊരു ബുദ്ധിയിൽ അങ്ങനെ ഇട്ടുപോയെന്നുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ എന്നല്ല, അതിലുണ്ട്. കാരണം ഒരു ഉമ്മ പറയുന്നത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സോറി. ഇനിയിപ്പോൾ അവരെ കുടുംബമായി അവരൊക്കെ എനിക്കറിയാം, ഉമ്മയും മക്കളുമാണ്. അത് ഞാൻ ആ വീഡിയോസിലും പറയുന്നുണ്ട്. അവരെന്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാലും നാളെ അവരെല്ലാവരും ഒന്നാവും. ഈ പറയുന്ന വീഡിയോ ചെയ്ത ഞാനും ഈ കമൻ്റ് ഇട്ട നിങ്ങൾ എല്ലാവരും ആയിരിക്കും പുറത്ത്. പക്ഷെ എന്നാലും നമുക്ക് സന്തോഷിക്കാം. അവരൊന്നാവുന്ന കാലം വരെ നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ എത്രയോ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഇനി എൻ്റെ ചാനലുണ്ടാവില്ല കേട്ടോ. ആ വീഡിയോ ഞാൻ കളയുകയാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. കളഞ്ഞെന്നുള്ള വിവരം നിങ്ങൾ കമൻ്റ് ഇട്ട എല്ലാവരും ഈ വീഡിയോ കാണുക. എന്നിട്ട് ഞാൻ ആ വീഡിയോ ഇല്ല എന്നുള്ള, ആ വീഡിയോ ഉണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ആ വീഡിയോ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും. അതിൽ ആ കാര്യത്തിൽ ഇനി ആരും വിഷമിക്കേണ്ട. ഞാനായിട്ട് എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു ഉമ്മാൻ്റെ പ്രാക്ക് ഞാൻ വാങ്ങി വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സോറി, ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കാം. അസ്സലാമു അലൈക്കും.